മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉം. കരാറിൽ പറഞ്ഞ ഇപ്പോൾ ജൂലൈക്ക് മുമ്പ് ആ ഇടപാടുകൾ തീർക്കാം എന്നൊരു ഉറപ്പാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ടി സിദ്ദിഖും നിങ്ങളും തമ്മിൽ ഒപ്പുവെച്ച് ഒരു കരാറാക്കിയത്. അതിൽ പറഞ്ഞത് എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ബാധ്യതകൾ തീർക്കാം എന്നാണ് ആ കരാറിൽ എഴുതിയിട്ടുള്ളത്? അത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. അത് കാരണം ഞങ്ങൾ കൊടുത്തൊരു അച്ഛന്റെ സണ്ണി ജോസഫ് MLA-ക്ക് ഞങ്ങൾ കൊടുത്തത് ഇതാണ് അച്ഛന്റെ ഇത്രയും പേജാണ് ഒരാളുടെ കടം എന്ന് പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരാള് ഉണ്ടാക്കിയിരിക്കുന്ന കടം ഇത്രയാണ്. ആ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഉപസമിതിയിൽ സബ്മിറ്റ് ചെയ്ത കാര്യമാണ്. അവരത് ഞങ്ങളടുത്ത് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ വീടിരിക്കുന്നതിന്റെ പട്ടയം ബാങ്കിലാണ്, ബത്തേരി അർബൻ ബാങ്കിലാണ് ഉള്ളത്. അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അർബൻ ബാങ്ക് നിയമനത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മേടിച്ച പൈസ ആ സമയത്ത് BJP ഭരണത്തിൽ വന്നത് കൊണ്ട് എനിക്ക് എന്റെ വസ്തു പണയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് IC എന്നോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ എന്റെ വീടും പണയപ്പെടുത്തിയിട്ടാണ് അവർക്ക് പൈസ കൊടുത്തിരിക്കുന്നത്. ഇന്ന് എന്റെ വീട് ജപ്തിയുടെ വക്കിലാണ്, എന്റെ മക്കളെയെങ്കിലും രക്ഷിക്കണം എന്ന് അച്ഛന്റെ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് വിജയേട്ടന്റെ ആ കടം ഞങ്ങൾ തീർത്തു തരുന്നു പറഞ്ഞു. അതായത് ഞങ്ങൾ വീടിരിക്കുന്നത് അത് ഇന്ന് 60 ലക്ഷം രൂപയായിട്ടാണ് അർബൻ ബാങ്കിൽ ഇരിക്കുന്നത്. ആ വീടും എടുത്തു തരാന്ന് പറഞ്ഞ കാര്യം അവർ എടുത്തു തരുന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് എടുത്തു തരാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നത്. ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞാൽ അവർ ഈ ഘട്ടം എത്ര കാലമാണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.